വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഒരു മാങ്ങ കിട്ടി. കർപ്പൂരാങ്ങയായിരുന്നു. ഒന്നും നോക്കിയില്ല, ഉപ്പും മുളകും കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു. ഇന്നൊരു ചലഞ്ച് എടുക്കാമെന്ന് വെച്ചു. 2 മണിക്കൂർ കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ചലഞ്ച്. ആദ്യമേ ചെയ്തത് കളരിയിലെ നേരികാലും വീതുകാലും കോൺകാലും ആയിരുന്നു. അത് 3 റൗണ്ട് ഇതാണ് ചെയ്തത്. അതിനുശേഷം നേരെ പോയത് സ്കിപ്പ് റോപ്പിൻ്റെ വർക്കൗട്ടിലേക്കാണ്. അത് 2 മിനിറ്റിൻ്റെ 3 സെറ്റ് ചെയ്ത് സ്കിപ്പ് റോപ്പിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് നേരെ പോയി നഞ്ചക്ക് എടുത്തു. നഞ്ചക്ക് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നഞ്ചക്കിൻ്റെ കുറച്ച് റൊട്ടേഷനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് റെസ്റ്റ് റോളും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. നഞ്ചക്ക് എടുത്താൽ പിന്നെ സ്റ്റിക്ക് എടുക്കാമെന്ന് ശരിയല്ലല്ലോ. അങ്ങനെ നേരെ സ്റ്റിക്ക് റൊട്ടേഷനിലേക്ക് പോയി. സ്റ്റിക്ക് റൊട്ടേഷൻ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ട് അടുത്തത് കളരിയിലെ ചൂടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം കളരിയിലെ ചൂടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നേരെ പോയത് ഷട്ടിൽ റണ്ണിലേക്കാണ്. 2 മിനിറ്റിൻ്റെ 3 സെറ്റായിട്ടാണ് ഷട്ടിൽ റൺ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് ജമ്പിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് സിംഗിൾ ലെഗ് ജമ്പും സൈഡ് ജമ്പുമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അത് 2 സെറ്റ് വീതം ചെയ്തിട്ട് നേരെ ടക്ക് ജമ്പിലേക്ക് പോയി. ടക്ക് ജമ്പ് 20 കൗണ്ടിൽ 2 സെറ്റ് വീതം ചെയ്തു. അതിനുശേഷം നേരെ പോയത് ഫൂട്ടറിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ഫൂട്ടറിൻ്റെ സെക്ഷൻ കുറച്ച് നേരം ചെയ്തിട്ട് കുറച്ച് നേരം ബാഗ് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാഗ് വർക്കൗട്ട് 3 മിനിറ്റിൻ്റെ 3 സെറ്റ് വീതം ചെയ്തു. അടുത്തത് ഷോൾഡർ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടായിരുന്നു. മെയിനായിട്ട് ഹെഡ് സർക്കിൾസാണ് ചെയ്തത്. അതിനുശേഷം നേരെ കുറച്ച് നേരം കരാട്ടയുടെ വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെയിനായിട്ട് പഞ്ചിൻ്റെ സെക്ഷനാണ് പ്രാക്ടീസ് ചെയ്തത്. പഞ്ചിൻ്റെ സെക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ പോയത് കിക്കിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അടുത്തത് പ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഗ്രിപ്പ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവാനുള്ള വർക്കൗട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സ്ക്വാഡ് ജമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം സ്ക്വാഡ് ജമ്പ് ചെയ്തിട്ട് നേരെ പോയത് ബാറ്റിൽ റോപ്പ് വർക്കൗട്ടിലേക്കായിരുന്നു. അങ്ങനെ ബാറ്റിൽ റോപ്പ് വർക്കൗട്ട് ചെയ്തിട്ട് നേരെ പോയത് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ട് വർക്കൗട്ടിലേക്കായിരുന്നു. റെസ്ലിംഗ് ത്രോസ് ആണ് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷം നേരെ പോയത് കാഫ് വർക്കൗട്ടിലേക്കാണ്. കാഫ് വർക്കൗട്ട് ചെയ്തിട്ട് ലാസ്റ്റ് സെക്ഷനായ യോഗ സെക്ഷനിലേക്ക് കയറി. മെയിനായിട്ട് ബട്ടർഫ്ലൈ പോസ്, ക്യാറ്റ് ആൻഡ് കൗ പോസ്, ഡയമണ്ട് പോസ്, ഫോർവേഡ് ബെൻഡൊക്കെയാണ് ചെയ്തത്. അങ്ങനെ യോഗ പോസിലൊക്കെ ചെയ്തിട്ട് ഇത് വർക്കൗട്ട് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.